നമസ്കാരം. ഓർമ്മയിലെന്നും കലാഭവൻ മണി. മലയാളികൾ എപ്പോഴും ഓർക്കുന്ന, മലയാളികളുടെ ജീവിതത്തിന്റെ ഭാഗമായി പല രൂപത്തിൽ, പല ഭാവത്തിൽ, ശബ്ദമായി, ഗാനമായി, കഥാപാത്രങ്ങളായി ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇപ്പോഴും കടന്നു വന്നുകൊണ്ടിരിക്കുന്ന അതുല്യനായ അഭിനേതാവ്, താരം. നമ്മളോടൊപ്പം പ്രിയപ്പെട്ട നാദൃഷിക്ക, ദിനിച്ചേട്ടൻ, പ്രിയപ്പെട്ട ധർമ്മജൻ എല്ലാവരുമുണ്ട്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളെക്കുറിച്ച് സംസാരിച്ചു. നാദൃഷിക്ക, വെട്ടം എന്ന് പറയുന്ന ചിത്രം, ആ വെട്ടത്തിനകത്ത് ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യം, അതിനകത്ത് ബേണി ഇഗ്നേഷ്യസ് ആണ് സംഗീതം. അതെ, അതിനകത്ത് ആ പാട്ട് അത് മണിച്ചേട്ടൻ പാടാനിരുന്ന പാട്ടാണെന്ന് കേട്ടുള്ളത്. അത് എഴുതിയത് ഞാനാണ്. അതിന്റെ പിന്നിലുള്ള ഒരു ചരിത്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പാട്ട് ശരിക്ക് കലാഭവമണിയും ദിലീപാണ് സിനിമയിൽ അഭിനയിക്കുന്നത്. അപ്പോൾ മണി ഓൾറെഡി വലിയ പോപ്പുലർ സിംഗറായി, മണിയുടെ ശബ്ദം വളരെ എക്സ്റ്റാബ്ലിഷ്ഡ് ആണ്. അപ്പോൾ ഈ പാട്ട് ബേണി ഇഗ്നേഷ്യസ് മ്യൂസിക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എം ജി ശ്രീകുമാറും കലാഭവമണിയും പാടാൻ തീരുമാനിച്ചു വെച്ചിരിക്കുന്ന പാട്ടാണ്. അപ്പോൾ ഇത് പാട്ട് എഴുതിയത്, അപ്പോൾ പ്രിയൻ സാറിൻ്റെ അടുത്ത് ഞാൻ റിക്വസ്റ്റ് ചെയ്തു, സാറേ എനിക്ക് എന്തെങ്കിലും ഒരു ചാൻസ് തരുമെന്ന് ചോദിച്ചിട്ട് സാറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ സാർ ഒരു പാട്ട് എഴുതാൻ ചാൻസ് തരാം എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ച് ഞാൻ ഈ പാട്ട് എഴുതി. അന്ന് സ്റ്റീഫൻ ഡേവിസിയാണ് അത് ഓർക്കസ്ട്രേഷൻ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ സാർ പറഞ്ഞ ഈ ലിറിക്സ് ഒന്ന് പാടി കേൾക്കണമല്ലോ എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പാടാൻ അറിയാവുന്നതിൻ്റെ പേരിൽ ഞാൻ ഈ ട്യൂണിൽ ആ വിത്ത് ഓർക്കസ്ട്രേഷൻ മക്കസായി മക്കസായി റമ്പമ്പത് റമ്മെടുത്തതിൽ കരിക്കൊഴിച്ചിട്ട് അത് ആദ്യം എഴുതിയത് ഫോർട്ട് കൊച്ചിയിൽ ഐസ് കെട്ടക്ക് പെയിന്റ് അടിച്ചൊരു ചങ്ങായി, ബോട്ട് മുങ്ങിയ കടലിൽ നല്ലൊരു വരവരച്ചൊരു ചങ്ങായി, ഹേ ചാലക്കുടി ചന്തയിൽ ഞാനും വണ്ടോട്ടോയിൽ ചെത്തി പറന്നവന. അതാണ് മണിയുടെ പോർഷൻ. അപ്പോൾ എല്ലാം കേട്ടിട്ട് പ്രിയൻ സാറ് പറഞ്ഞ് ഇത് മതി. അപ്പോൾ ബേണിച്ചേട്ടൻ പറഞ്ഞ് റക്കട്ടക്കട്ട റക്കട്ടട്ടക് അങ്ങനെ ആ മീറ്ററിൽ എഴുതിയേക്കണം. അപ്പം റാ വെച്ച് തുടങ്ങാൻ പറ്റുമെന്ന് വെച്ച് അങ്ങനെ ഉള്ള ചിന്തയിലാണ് റമ്മെടുത്തതിൽ കരിക്കൊഴിച്ചിട്ട് വലിച്ചു കെട്ടട ചങ്ങായി, മുട്ടപ്പത്തിരി മട്ടഞ്ചാറിയിൽ കുഴച്ച് തിന്നട ചങ്ങായി, ചാലക്കുടി ചന്തയിൽ ഞാനും മണ്ടോട്ടോയിൽ ചെത്തി പറന്നവനാ, 3 നേരം ചില്ലി ചിക്കൻ തിന്നാൻ എല്ല് മുറിയെ പണിഞ്ഞവന, പണ്ടേ നീയൊരു മണിയല്ലേ കയ്യിലിരിപ്പ് കെണിയല്ലേ, ഉച്ചയിൽ നമ്മുടെ ശുക്രനുദിച്ചതറിഞ്ഞില്ലേടാ മക്കസായി മക്കസായി ഇങ്ങനെ. അപ്പോ ഇത് എനിക്കറിയേണ്ട ഒരു കാര്യം, ഈ മക്കസായി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ എനിക്കിപ്പോഴും അറിയാൻ പറ്റില്ല. അത് ആ ട്യൂണില് നീ എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം വെച്ചാൽ ഈ ബേണിച്ചേട്ടനൊക്കെ മ്യൂസിക് ചെയ്ത സമയത്ത് ഈ മക്കസായി എന്ന് പറഞ്ഞാൽ, ഇത് എനിക്ക് തോന്നുന്നത് സിംഗപ്പൂർ, മലേഷ്യ, ഏതോ ഭാഷയിൽ മക്കസായി എന്ന് പറഞ്ഞാൽ എന്തോ സാധനമാണ്. അപ്പോൾ അത് അതിനകത്തുള്ള. അപ്പോൾ ഇത് പാടി കേൾപ്പിച്ചപ്പോൾ ഞാൻ പ്രിയൻ സാറിൻ്റെ അടുത്ത് അതിനു മുമ്പ് എനിക്ക് ഈ പടത്തിൽ പാട്ട് പാടാൻ ഒരു ചാൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സാറ് അതിനെപ്പറ്റി ഒന്നും മിണ്ടിയില്ലായിരുന്നു. ഇത് പാട്ട് ഓർക്കസ്ട്രയുടെ കൂടെ പാടി കഴിഞ്ഞിട്ട് പോണ വഴി പ്രിയൻ സാർ പറഞ്ഞ് ഇത് നന്നായിട്ടുണ്ട് ലിറിക്സ്, ഇതാരൊക്കെ പറഞ്ഞതെന്ന് വെച്ച്. അപ്പോൾ എം ജി അണ്ണനുണ്ട്. എം ജി അണ്ണൻ പറഞ്ഞു ഇത് ഞാനും കലാഭവമണിയും കൂടിയാണ് പറഞ്ഞു. ഒരു മണിയുടെ പോർഷൻ ഇവൻ പാടിക്കോട്ടെ എന്ന് പറഞ്ഞു എന്നെ. അപ്പോൾ എനിക്ക് ഡബിൾ ലോട്ടറി, കാരണം പാട്ട് എഴുതാനും പറ്റി, പാടിക്കോളാം. പക്ഷേ അവർക്കൊരു സംശയം ഉണ്ടായി. അപ്പോൾ കലാഭവമണിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇത് പാട്ട് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞ്. മണിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, എടാ ഇങ്ങനൊരു സാധനം പ്രിയൻ സാർ പറഞ്ഞു, അളിയാ നീ പാടിയതേടാ. ഞാൻ പറഞ്ഞു അല്ല, നിന്നെ കൊണ്ട് പാടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കണം, കാരണം നിൻ്റെ വോയിസ് എല്ലാവർക്കും ഭയങ്കര ഫെമിലിയർ അല്ലേ. അപ്പോൾ അത് കാരണം ഇനി ഞാനത് പാടുന്ന പ്രശ്നത്തിക്കല്ല, ഞാൻ പാടാതിരുന്ന നിനക്ക് പാടാൻ പറ്റുമോ? അത് ഞാൻ പറഞ്ഞു നീ പാടാതിരുന്ന എനിക്ക് പാടാൻ പറ്റും, എന്നാൽ നീ അത് പാടിയിരിക്കുന്നു, ഞാനിനി ആ വശത്തേക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ശരിക്കും അങ്ങനെയൊന്നും ആരും ചെയ്യില്ല. അത് മാത്രമല്ല തിരിച്ചുകൊണ്ട്, അതായത് മണിച്ചേട്ടൻ പാടിയിട്ടുള്ള എല്ലാ പാട്ടുകളും മണിച്ചേട്ടൻ തന്നെയാണ് അഭിനയിച്ചിട്ടുള്ളത്. അതെ, ഒരു പാട്ട്, അതായത് നമ്മുടെ മനോജ് കെ ജയൻ ചേട്ടൻ അഭിനയിച്ച കാഴ്ചയിലെ പാണ്ഡൻ നായരുടെ പല്ലിന് ചോര, അത് ശരിക്കും മണിച്ചേട്ടൻ ചെയ്യാനിരുന്ന വേഷമാണ്. അതെ, അത് പിന്നീട് മനോജേട്ടൻ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് അറിയാതെ മണിച്ചേട്ടന്റെ ശബ്ദത്തില് മനോജ് കെ ജയൻ ചേട്ടൻ അഭിനയിക്കുന്ന ഒരു പാട്ടുണ്ടായത്. എന്ന് തന്നെ ഒരുപാട് പാട്ടുകൾ, സിനിമയിലെ നല്ല പാട്ടുകൾ, പാരഡി ഗാനങ്ങൾ, നാടൻ പാട്ടുകൾ എന്ന് പറഞ്ഞ് സ്റ്റേജിലാണെങ്കിലും ഒക്കെ ഏത് സ്കെയിലിലും എങ്ങനെ വേണമെങ്കിലും പാട്ട് പാടുന്നത്. അത് മാത്രമല്ല, അയ്യപ്പ ഭക്തി ഗാനങ്ങൾ, മുരുക ഭക്തി ഗാനങ്ങൾ, ഭക്തിഗാനത്തിന്റെ കാസറ്റുകൾ ഇറക്കിയാലും എല്ലാം കാസറ്റിന്റെ മാർക്കറ്റിൽ വലിയൊരു തരംഗം ഉണ്ടാക്കിയാലേ. മണിച്ചേട്ടൻ പാടുന്നൊരു പാട്ടുണ്ടെങ്കിൽ അതിന്റെ കാസറ്റ് വിറ്റ് പോകാൻ വളരെ എളുപ്പമാണ്. മണിച്ചേട്ടൻ ഒരുപാട് ഇത് പറഞ്ഞ പോലെയും അല്ലാതെയും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞു. ഇപ്പൊ നമ്മുടെ ഇടയിലുള്ള നമ്മുടെ ഒരു സഹപ്രവർത്തക ഒരുപാട് നല്ല കാര്യങ്ങൾ, പലർക്കും പലരെയും കാണണമെന്നുള്ള ആഗ്രഹങ്ങളായിക്കോട്ടെ, ആശുപത്രി ആയിക്കോട്ടെ, വീടായിക്കോട്ടെ, ഇതിനൊക്കെ ഇനിഷ്യേറ്റീവ് എടുക്കുന്ന അഭിനേത്രി കൂടിയായിട്ടുള്ള ഒരാൾ, പ്രിയപ്പെട്ട സീമ ജി നായർ മണിച്ചേട്ടനെ കുറിച്ച് ഓർമ്മ പുതുക്കുന്നു. ഏറ്റവും ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
ഞാൻ ഉണ്ടില്ലെങ്കിലും മറ്റുള്ളവരെ ഊട്ടണം എന്നുള്ള ഒരു സിദ്ധാന്തത്തിൽ ജീവിച്ച ഒരു മനുഷ്യനാണ്. മറ്റുള്ളവർക്ക് വയറ് നിറച്ച് കൊടുക്കണം, അത് എന്തെങ്കിലും കൊടുത്ത് തീർക്കുകയല്ല, വിഭവസമൃദ്ധമായ കാര്യങ്ങൾ തന്നെ അദ്ദേഹം കൊടുക്കുകയുള്ളായിരുന്നു. അതിലുപരി ആശാനൊക്കെ കൂടെ ഉണ്ടെങ്കിലും, കുക്ക് ചെയ്യാൻ ആൾക്കാർ കൂടെ ഉണ്ടെങ്കിലും, അദ്ദേഹം തന്നെ അടുക്കളയിൽ കയറി അദ്ദേഹം തന്നെ കുക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരിതെന്ന് പറഞ്ഞാൽ ഞാൻ മണിച്ചേട്ടനിൽ മാത്രമേ അങ്ങനെ ആ ഒരിത് കണ്ടിട്ടുള്ളൂ. ചേച്ചി ഒരു സ്ഥലത്തേക്ക് മണിച്ചേട്ടൻ എന്തോ 10-20 സൈക്കിള് ചേച്ചി പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ചേച്ചി പറഞ്ഞിട്ട് മണിച്ചേട്ടൻ പുള്ളിമാൻ എന്ന് പറഞ്ഞ സിനിമയുടെ ലൊക്കേഷനിൽ എത്രയോ കുട്ടികൾക്ക് സൈക്കിൾ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മണിച്ചേട്ടനെ ഈ ചില സമയത്ത് ജോബിച്ചേട്ടനെ ചില ഈ തമിഴ് സിനിമ എന്നൊക്കെ വിളിക്കാൻ നേരത്ത് ജോബി എന്ന് പറഞ്ഞ മണ്ണിന്റെ മാനേജർ, അതും കൂടി ജോബി ചേട്ടനാണ് സന്തത സഹചാരിയായ മാനേജറായിട്ടുള്ള ജോബിച്ചേട്ടൻ വിളിക്കാൻ നേരത്ത്, പടത്തിൽ നിന്ന് വിളിക്കാൻ നേരത്ത് എത്ര സ്റ്റണ്ട് ഉണ്ടടാ എന്ന് ചോദിക്കും. സ്റ്റണ്ട് കൂടുതലായിരിക്കുമല്ലോ, മണിച്ചേട്ടൻ വില്ലനായിട്ടാണ് എപ്പോഴും വിളിക്കുന്നത്. അപ്പൊ എന്നാ വിട്ടേക്കടാ 4-5 സ്റ്റണ്ട് എന്ന് പറയുമ്പോൾ പുള്ളിക്ക് പൈസ എത്ര ഇടും ഒക്കെ ചോദിച്ചിട്ട് ഒരു സ്റ്റണ്ടൊക്കെ ഇത്ര ഉണ്ടെന്ന് പറയുമ്പോൾ പുള്ളി ആ സമയത്ത് ഒരു വേണ്ട എന്ന് നോക്കണൊരു. അല്ല, ഈ ഫൈറ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴേ വേറൊന്നുമില്ല, ആദ്യകാലങ്ങളിൽ കലാഭമണി വന്ന ആദ്യകാലങ്ങളിൽ ഇപ്പോൾ ദില്ലിവാല രാജകുമാരൻ എന്ന് പറയുന്ന സിനിമ ഞാൻ പറഞ്ഞില്ലേ, ആദ്യം പറഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമയാണ്. അതിനകത്ത് ഒരു ഫൈറ്റ് സീക്വൻസിൽ മണി വരുന്നില്ലേ ഉള്ളൂ, മണിയെ മറ്റേ ഫൈറ്റേഴ്സിനൊന്നും അറിയില്ല. അപ്പോൾ ഒരു ഫൈറ്റർ മണിയുടെ അടുത്ത് പറഞ്ഞ് ഇങ്ങനെ സമ്മർസാൾട്ട് ചെയ്തിട്ട് ഇങ്ങനെ ചെന്നിട്ട് അടിക്കാൻ പറ്റുമെന്ന് വെച്ച് മണി പറഞ്ഞ് ഓക്കെ ഒരു കറങ്ങലാണോ എന്ന് വെച്ച് പറഞ്ഞോ ഒരെണ്ണം പോതും എന്ന് പറഞ്ഞു. ഇവൻ അവിടെ നിന്നിട്ട് കട 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 എന്ന് പറഞ്ഞിട്ട് 3 എണ്ണം മറിഞ്ഞു കഴിഞ്ഞിട്ട് ഫൈറ്റ്. ഇത് ഇവർ മനസ്സിൽ വെച്ചിരുന്നു, എനിക്കറിയില്ല. പിന്നെ വേറെ എന്തോ സ്ഥലത്തുനിന്ന് സമയത്ത് മണിയുടെ ഭയങ്കര കരച്ചിൽ അലർച്ച കേട്ടിട്ട് ഇവര് ഫൈറ്റ് സീക്വൻസിൽ ഇടി പിടിച്ചിടിക്കും, ഒറിജിനലായിട്ട് പിടിച്ചിടിച്ചിട്ട് ഒറിജിനലായിട്ട് പിടിച്ചിടിച്ച് എന്നിട്ട് അന്ന് സേനേട്ടനൊക്കെ ഇടവിട്ടിട്ട് ഭയങ്കരമായിട്ട് പ്രശ്നമൊക്കെ ഉണ്ടാക്കിയാണ്. അത് മണിച്ചേട്ടൻ അത്രയ്ക്ക് അറിയാൻ പാടില്ലാത്തതിന്റെ പേരിൽ സ്റ്റണ്ട് ടീമിന് ഭയങ്കരമായിട്ട് കോംപ്ലക്സ് ആയിട്ട് എല്ലാം ചെയ്യും. ചില സ്റ്റേജില് നമ്മൾ ഇത് നല്ല സ്റ്റാറായി മണിച്ചേട്ടന്റെ ഷോ, മണിച്ചേട്ടൻ നയിക്കുന്ന ഷോ, ആള് കൂട്ടം 4 പാട്ടൊക്കെ പാടി വളരെ ഷൈൻ ചെയ്ത് പോകാവുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ ഒരു ഷോ തീരാറായപ്പം സിനിമാറ്റിക് ഡാൻസ് ഫയർ ഡാൻസ് കളിക്കുക. ഞാൻ കുറച്ച് ഭയങ്കര കൈയടി പുറത്ത് നോക്കുമ്പോൾ അവിടെ ചെന്നിട്ട് ഷർട്ട് അഴിച്ചിട്ട് തീപ്പന്തം എടുത്തിട്ട് ഫയർ ഡാൻസ് മേത്തൊരയ്ക്കുക, ഊതുക, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഒരുപാട് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ എല്ലാ മേഖലകളിലും സൗഹൃദം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. കായിക മേഖലയിൽ നിന്നും അദ്ദേഹത്തിന്റെ വലിയ ഒരു സൗഹൃദം അദ്ദേഹത്തിനെ കാണുന്ന സ്ഥലങ്ങളിൽ പല സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നിരവധി ഫംഗ്ഷനുകൾക്ക് നമ്മൾ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. മണിച്ചേട്ടന്റെ സുഹൃത്തായിട്ടുള്ള IM വിജയൻ ചേട്ടൻ പറയുന്നത് കേൾക്കാം. പല സ്ഥലത്ത് പോകുമ്പോഴും പല പരിപാടിക്കും മണിബാര് പരിപാടി ഞാനായാലും വൈഫായാലും കാണാൻ പോകുമ്പോഴും ആളൊരു വേടുണ്ട്. കേരളത്തിലെ 2 കറുത്ത മുത്തുകളാണ്. അതൊന്ന് ഞാനും പിന്നെ എൻ്റെ IM-നും അങ്ങനെ പറയില്ലേ. എന്നിട്ട് എന്നെ ഇങ്ങനെ സ്റ്റേജിലേക്ക് ഇങ്ങനെ വിളിക്കുക എവിടെ പോയാലും. അത് തന്നെയല്ല ആത്മബന്ധം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഞാൻ പുറത്തു പോയിട്ട് ഇപ്പൊ എയർപോർട്ടിൽ നിന്നോ അല്ലെ എറണാകുളത്ത് നിന്നോ വരുന്നുണ്ടെങ്കിൽ ചാലക്കുടി വഴിക്ക് പോകുമ്പോ ഒന്ന് കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അവിടെ ഉണ്ടോന്ന് ഇവിടെ ഒന്ന് കയറിയിട്ട് പോയാൽ മതി എന്ന് പറയാൻ ഒരു സൗഹൃദ ബന്ധമല്ല, ഒരു ബ്രദർ ചേട്ടനായി എൻ്റെ ഒരു ബന്ധമാണ്. ഇവര് ഈ വിജയൻ ചേട്ടനും മണിച്ചേട്ടനും ഒന്നിച്ച് അഭിനയിച്ചിട്ടുള്ള സിനിമ ആകാശത്തിലെ പറവകൾ എന്ന് പറയുന്ന ഒരു സിനിമയാണ്. കൊട്ടേഷൻ ഇതിനകത്ത് ഈ ആകാശത്തിലെ പറവകളിൽ വളരെ കൈയടി കിട്ടിയൊരു ഡയലോഗ് മണിച്ചേട്ടൻ പറഞ്ഞു കൊടുത്തതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഈ നിന്റെ കാലുകൊണ്ടുള്ള അടി ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്, നീ കൈ കൊണ്ട് അടിക്കാൻ തുടങ്ങിയത് എന്നാന്ന് ചോദിക്കുന്ന ഒരു ഡയലോഗുണ്ട്. നല്ല കൈയടി കിട്ടിയ ഡയലോഗായിരുന്നു അത്. മണിച്ചേട്ടൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള ഡയലോഗാണ്. തിരിച്ചു വന്നാൽ ഈ നാദൃഷക്ക സംഗീതം കൊടുത്തൊരു പാട്ട്, നാദൃഷക്ക് സംഗീതം കൊടുത്തിട്ട് നമ്മൾ നാടൻ പാട്ടുകളും കാര്യങ്ങളൊക്കെ മണിച്ചേട്ടൻ ഇഷ്ടം പോലെ പാടിയിട്ടുണ്ട്. നമ്മൾ അതിനെപ്പറ്റി പറയുകയൊക്കെ ചെയ്തെങ്കിലും മണിച്ചേട്ടൻ്റെ ഒരു വിയോഗത്തിന് ശേഷം പെട്ടെന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ പാടിയൊരു പാട്ട് അത് മണിച്ചേട്ടൻ പാടിയിട്ടുണ്ട്. ഞാനത് വളരെ ഫീൽ ചെയ്ത് കേട്ടിട്ടുള്ളത് നമ്മുടെയൊക്കെ സഹപ്രവർത്തകനായിരുന്ന കൈതാരം പ്രദീപ് എന്ന് പറയുന്ന മിമിക്രി ആർട്ടിസ്റ്റ് മരിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് കൊടുക്കാനോ ധനശേഖരണാർത്ഥോ ഒന്നോ പറവൂർ ഒരു പരിപാടി നടത്തിയപ്പോൾ അതിൽ മണിച്ചേട്ടൻ ഗസ്റ്റായിട്ട് വന്നു. അന്ന് മണിച്ചേട്ടൻ വന്നിട്ട് ഒരു ഓപ്പൺ സ്റ്റേജില് നമുക്ക് സ്റ്റേജിൽ നിന്നാൽ ആകാശം കാണാം. അവിടുന്ന് ആകാശത്ത് ആ കാണുന്ന നക്ഷത്രം ഇന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ മിന്നാമിന്നിങ്ങെ പാടി എനിക്ക് പറയും പൂത്ത് കയറുന്നു. അതുപോലുള്ളൊരു
പാട്ട് പാടിയിട്ടുണ്ട്. അതിന്റെ സംഗീതം ചെയ്തിട്ടുള്ളത് നാദർഷയ്ക്കാണ്. അല്ല, അതിന് ശരിക്കും കബഡിയിൽ കുറേ പാട്ടുകൾ ഉള്ള സമയത്ത് മണി പറഞ്ഞ് അളിയ ഇങ്ങനെ ഒരു മിന്നാമിനുങ്ങ എന്നുള്ളൊരു ഞാൻ അതിൻ്റെ ഒരു ബേസിസ് സാധനം ഞാൻ പാടാം. അത് ഞാൻ വേറൊരു കാസറ്റിൽ ഞാൻ അതിൻ്റെ ഇത് പാടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ഏതാന്ന് വെച്ചു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എടാ ഇത് കുറച്ചുകൂടി നമുക്ക് നന്നാക്കി എടുത്തിട്ട് ദാസേട്ടനെ കൊണ്ട് പാടിക്കാം. അങ്ങനെ ഇത് എഴുതിയത് ആരാണെന്നോ അതിൻ്റെ ബേസിക് ട്യൂൺ ആരാണെന്നോ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ. അത് വേറെ മണി കൊണ്ടെന്നാണ് ആ പാട്ട്. അപ്പോൾ മണി അത് പാടിയപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിത് റീ അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ പാട്ട് റെക്കോർഡ് ചെയ്ത്. അപ്പോൾ ഞാൻ മണി പറഞ്ഞടാ ഇത് ഞാൻ ട്രാക്ക് പാടട്ടെന്ന് വെച്ചു. ഞാൻ പറഞ്ഞ ട്രാക്ക് പാടാൻ പറഞ്ഞു. അപ്പോൾ ദാസേട്ടന് വേണ്ടിയിട്ട് വെച്ചേക്കാം. ട്രാക്ക് പാടി കഴിഞ്ഞപ്പോൾ ഇപ്പോഴും അതിൻ്റെ ഒറിജിനൽ പാട്ടിൽ, ഇപ്പോൾ ആ പടത്തിലെ പാട്ടിൽ അതിൻ്റെ ആദ്യത്തെ ഹമ്മിങ് എൻ്റെ മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണെങ്ങോട്ടാണീ തിടുക്കം നീ തനിച്ചല്ലേ പേടിയാകില്ലേ കൂട്ടിന് ഞാനും വന്നോട്ടെ മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണെങ്ങോട്ടാണീ തിടുക്കം നീ തനിച്ചല്ലേ പേടിയാകില്ലേ കൂട്ടിന് ഞാനും വന്നോട്ടെ മിന്നാമിനുങ്ങേ. ഓർമ്മയിലെന്നും കലാഭവമണി. നമ്മൾ അദ്ദേഹത്തിന്റെ ജീവിതയാത്രകൾ, അദ്ദേഹത്തിന്റെ ഇപ്പം നാദർഷയ്ക്ക് പറഞ്ഞ പോലെ പാട്ട്, സ്റ്റേജ്, പല ഓർമ്മകളിലൂടെയും പോയി. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ വിദേശയാത്ര എന്ന് പറഞ്ഞ ഓർമ്മ പങ്കുവെക്കുമ്പോൾ മുതൽ ടിനിച്ചേട്ടൻ എന്ന കലാകാരനെ അവിടെ നമ്മൾ പ്രതിപാദിക്കേണ്ടായ ആദ്യത്തെ ഇന്റർവ്യൂയെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പം ടിനിച്ചേട്ടാ, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് മണിച്ചേട്ടനെ കുറിച്ച് ഓർക്കുന്ന ഈ പരിപാടിയിൽ വന്നതിന് ഓർമ്മയിലെന്നും ടീമിന്റെ ആത്മാർത്ഥമായ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഓർമ്മയിലെന്നും എന്ന ഈ പരിപാടിയുടെ ഓരോ എപ്പിസോഡുകൾ കടന്നു പോകുമ്പോഴും നമുക്ക് പ്രിയപ്പെട്ട, നമ്മൾക്ക് ഒരാളെ പോലെ തോന്നുന്ന, നമ്മുടെ കുടുംബത്തിൽ ഒരാളെ പോലെ നമ്മുടെ ഇടയിൽ ജീവിച്ച പല മഹാന്മാരായ വ്യക്തികൾ, അവരുടെ ബന്ധുക്കൾ, അവരുടെ കുടുംബാംഗങ്ങളെല്ലാം ഈ പരിപാടിയിൽ പലപ്പോഴായി പങ്കെടുക്കാറുണ്ട്. അത്തരത്തിലൊരാളാണ് ഇനി നമ്മളോടൊപ്പം ചേരാൻ പോകുന്നത്. നാദർഷയ്ക്കും ധർമ്മനും എനിക്കുമെല്ലാം വളരെ പ്രിയപ്പെട്ട, മണിച്ചേട്ടന് വളരെ പ്രിയപ്പെട്ട, നമുക്കെല്ലാം അറിയാവുന്ന പ്രിയപ്പെട്ട കലാകാരൻ, കലാഭവൻ മണിച്ചേട്ടന്റെ പ്രിയപ്പെട്ട സഹോദരൻ RLV രാമകൃഷ്ണൻ. രാമകൃഷ്ണൻ, സ്വാഗതം. സന്തോഷം. ഞങ്ങളെല്ലാം ഒരു കലാപരമായ ബന്ധം, കലാവേദി, സ്റ്റേജ്, സിനിമ എന്നൊക്കെ പറയുന്നിടത്താണ്. ഒരുപക്ഷെ ഞങ്ങളിൽ ആരും കലാഭവൻ മണിച്ചേട്ടനെ ആദ്യം കാണുന്നതിന് മുമ്പ് ഒപ്പം വളർന്ന, ഒപ്പം ഉണ്ടായിരുന്ന ഒരാളാണ് രാമകൃഷ്ണൻ എന്ന് പറയുന്നത്. ബാല്യകാലങ്ങളിലെ ഒരു മണിച്ചേട്ടന്റെ കലാപ്രകടനങ്ങളും ബാല്യകാലങ്ങളിൽ ഒരു സ്വഭാവമൊക്കെ എങ്ങനെയായിരുന്നു രാമകൃഷ്ണന്റെ ഓർമ്മയിൽ? എപ്പോഴും എന്താ പറയുക, ആക്റ്റീവായിട്ടുള്ള ഒരാൾ. എന്താ പറയുക, ഏത് സമയവും ഇങ്ങനെ എന്താ പറയുക, ആൾ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നൊരു സമയമില്ല. ഇപ്പം വീട്ടിലുള്ള സമയമാണെങ്കിൽ നേരെ പുഴയിൽ പോവും. പുഴയിൽ പോയി കഴിഞ്ഞാൽ അറിയാലോ, പുഴയിലിറങ്ങിയ പാട്ടും അക്കരെ മേലൂരാണ്. അപ്പോൾ അക്കരെ കേൾക്കുന്ന രീതിയിൽ പാട്ടുകൾ ഒച്ചത്തിൽ പാടി. അപ്പോൾ തൊണ്ടയടാ എനിക്ക് തോന്നുന്നു ഹൈ പിച്ചൊക്കെ കിട്ടാനുള്ള കാരണം അങ്ങനെ അത്രയും ഒച്ചയിൽ ചേട്ടൻ പുഴയിലുണ്ടെങ്കിൽ ആ ചേനത്തനാട് മുഴുവൻ അറിയും എന്നുള്ളൊരു സാഹചര്യം ആൾ പാടിക്കൊണ്ടുണ്ടാക്കും. കഴിഞ്ഞ് വീട്ടിൽ വന്ന് തിരിച്ച് ഇതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യും. അപ്പം കലാഭവനിലായിരുന്ന സമയത്ത് സാധാരണ മിമിക്രിക്കാരിൽ നിന്നും വ്യത്യസ്തമായിട്ടൊക്കെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത് കൊണ്ട് ഈ ജുറാസിക് വേൾഡിലെ ഡിനോസറിന്റെ രൂപം ആള് തന്നെ ക്രിയേറ്റ് ചെയ്ത് കമ്പിയൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് വെൽഡ് ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് കയറി നിന്ന് ആൾക്ക് ഇങ്ങനൊരു പൊസിഷനിലാണ് ആൾ നടന്നു പോവുക. അപ്പോൾ ഈ സാധനം അത്രയും വെയിറ്റ് ഉണ്ട്. അതൊക്കെ വെച്ചിട്ട് ആളിങ്ങനെ അത് പിന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ തിരക്കുകളിലായിരിക്കും. പിന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ, ഈ കള്ളൂടിയൻ്റെ വേഷം ചെയ്യുന്നതും ആദ്യമായിട്ട് പരിശീലിക്കുന്നതൊക്കെ വീട്ടിൽ നമ്മുടെ ചെറിയ ഇവരെല്ലാവരും വന്നിട്ടുണ്ട്, ചെറിയ വീട്ടിൻ്റെ മുറ്റത്ത് നിന്നിട്ടാണ് ചെയ്യുക. അതെ. എത്ര വയസ്സ് വ്യത്യാസം നിങ്ങൾ തമ്മിൽ? ഞങ്ങൾ തമ്മിൽ 6.
6 വയസ്സിന്റെ അതെ. വ്യത്യാസത്തിൽ നിൽക്കുന്നത്. അപ്പം ഈ ഒരു സ്ട്രിക്റ്റ് ചേട്ടനായിരുന്നോ അതോ നമ്മൾ ഒരു ചേട്ടന്റെ സ്ഥാനം എടുക്കുമല്ലോ ചില ആൾക്കാർ ചില സമയത്ത്, അങ്ങനെ ഒരു സ്ട്രിക്റ്റ് ചേട്ടനായിരുന്നോ അതോ ഒരു സ്വാതന്ത്ര്യം തരുന്ന ചേട്ടനായിരുന്നു? ഇതെല്ലാം ഉണ്ട് ആൾക്ക്. അതായത് നല്ല ചില കാര്യങ്ങൾക്ക് സ്ട്രിക്റ്റ് ആണ് താനും, എന്നാൽ ചില സമയത്ത് ഭയങ്കര തമാശയും നമ്മളൊക്കെ ഉള്ളോട് ചേർത്ത് പിടിക്കും. നമ്മുടെയൊക്കെ മനസ്സ് വിഷമിച്ചിട്ടുണ്ടെങ്കിൽ ആളുടെ മനസ്സ് വിഷമിക്കും. അത് കഴിഞ്ഞ് അത് മാറ്റാൻ വേണ്ടി ആളെ എന്തെങ്കിലുമൊക്കെ തന്ത്രങ്ങൾ വന്ന് നമ്മളെ കൂട്ടിച്ചേർത്ത് പിടിച്ച് നമ്മളൊന്ന് ചിരിപ്പിച്ച് പോയാലാണ് ആൾക്ക് സന്തോഷമാവുള്ളൂ. അപ്പോൾ പറയേണ്ട കാര്യം കൃത്യമായിട്ട് പറയുകയും ചെയ്യും. എന്നാൽ ദേഷ്യപ്പെടേണ്ടടുത്ത് ദേഷ്യപ്പെടുകയും സ്നേഹിക്കാൻ അത്രയും മനസ്സ് കാണിക്കുകയും ചെയ്യുന്ന ഒരു എന്താ പറയുക, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അച്ഛന് തുല്യമാണ്. കാരണം അച്ഛൻ വയ്യാണ്ടായതിനു ശേഷം നമ്മുടെ കുടുംബകാര്യങ്ങളൊക്കെ നോക്കി നടത്തിയത് ചേട്ടൻ. ഏകദേശം കലാഭവനിലേക്ക് കയറിയ കാലം മുതൽ ചേട്ടൻ നമ്മുടെ കുടുംബകാര്യങ്ങൾ നോക്കുന്നുണ്ട്. ഒരു ഇളയ പെങ്ങളുടെ കല്യാണം കലാഭവനിലെ ആയിരിക്കുന്ന സമയത്താണ് ചേട്ടൻ നടത്തിയത്. അത് ഓർമ്മിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ പെങ്ങൾക്ക് മോതിരം കൊടുക്കണം അലീന്. അപ്പോൾ ആ മോതിരം വാങ്ങിക്കാൻ പൈസ ഇല്ല. ലാസ്റ്റ് ഒരു കടയിൽ നിന്ന് കടം ചോദിച്ചിട്ടാണ് ഈ മോതിരം കിട്ടുക. അപ്പോൾ എത്രയോ പൈസ കൊണ്ടു കൊടുത്താലാണ് മോതിരം കിട്ടുള്ളതാണ്. അമ്പലത്തിൽ കെട്ട് നടക്കുകയാണ് ചാലക്കുടി കണ്ണമ്പുഴ ക്ഷേത്രത്തിൽ. ഒരു പെങ്ങളുടെ പേര്, ഇളയ പെങ്ങളുടെ പേര് ശാരദ എന്നാണ്. അപ്പോൾ ഈ കെട്ട് കിടക്കുന്ന സമയത്ത് ചേട്ടൻ എത്തണില്ല. കെട്ട് കഴിഞ്ഞിട്ട് ആകെ ഇങ്ങനെ ഭയങ്കര ടെൻഷനായിട്ട് നിൽക്കുക എല്ലാവരും, എവിടെ പോയി ചേട്ടൻ. അവസാനം ചേട്ടൻ ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ ഓടി ഈ മോതിരം വന്ന് അണിയിക്കുന്ന ഒരു സാഹചര്യം. അപ്പം അതൊക്കെ അത്രയും അന്ന് മുതൽ ചേട്ടൻ ഒരു എന്താ പറയുക, കുടുംബം നോക്കുന്ന അല്ലെങ്കിൽ ഒരു ഗൃഹനാഥൻ്റെ സ്ഥാനം വഹിക്കുന്ന ഒരാളായിരുന്നു. പലപ്പോഴും ഞാൻ ഈ ആമൂത്തി പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ഒരു ഓർമ്മകൾ, അദ്ദേഹത്തിന്റെ ഫ്ലെക്സുകൾ, അദ്ദേഹത്തിന് വേണ്ടി നടത്തപ്പെടുന്ന പരിപാടികളൊക്കെ ഇപ്പോഴും അദ്ദേഹത്തിന്റെ ചരമവാർഷികം, പിറന്നാളൊക്കെ വരുമ്പോൾ നമ്മളൊക്കെ ഒരു അദ്ദേഹത്തെ പരിചയമുള്ള ആളുകൾ എന്നുള്ളതിൽ നമുക്ക് വിളികൾ വരും. അപ്പം നമുക്ക് മനസ്സിലാകും എന്തോരം ജനങ്ങളിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അദ്ദേഹം എന്നുള്ളത്. മണിച്ചേട്ടന്റെ സമകാലീൻ സുഹൃത്ത്, സഹപ്രവർത്തകനൊക്കെ ആയിട്ടുള്ള അഭിനേതാവ് ശ്രീ ഷാജു ശ്രീധർ മണിച്ചേട്ടനെ ഓർക്കുന്നു. നമസ്കാരം. കലാഭവമണിയെ കുറിച്ച് പറയുമ്പോൾ എന്നും സൗഹൃദങ്ങളുടെ ഏറ്റവും നല്ല ഓർമ്മകൾ എന്ന് പറയുന്ന അതിലൊന്ന് കലാഭവമണിയാണ്. കാണുമ്പോഴെന്നും സൗഹൃദത്തിൻ്റെ എന്താ പറയുക, ഏറ്റവും അടുത്ത ഒരു സുഹൃത്തിനെ പോലെ ആ സമയങ്ങൾ മുഴുവൻ നമുക്ക് ഓർക്കാൻ വേണ്ടി ബാക്കി വയ്ക്കും. എൻ്റെ ആദ്യ സിനിമ മിമിക്സ് ആക്ഷൻ 500 എന്നുള്ള സിനിമ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് കലാഭവന്റെ വണ്ടി ഓപ്പോസിറ്റ് ക്രോസ് ചെയ്യുമ്പോഴൊക്കെ അന്ന് വണ്ടിക്കകത്ത് നിന്ന് കൈ കാണിച്ച് കലാഭവൻ മണി, ഞങ്ങളെല്ലാം നായകന്മാരായിട്ട് അഭിനയിക്കുന്ന സിനിമയാണ്. അപ്പോൾ അദ്ദേഹം കൈ കാണിച്ചു. അപ്പോൾ ഞങ്ങൾ സിനിമാടന്മാരും അദ്ദേഹം ഓപ്പോസിറ്റ് ക്രോസ് ചെയ്യുന്ന വണ്ടിയിൽ അദ്ദേഹം മ്യൂക്രി ആർട്ടിസ്റ്റുമായിട്ടാണ് അന്ന് പോകുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് സല്ലാപം എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞോട് കൂടിയിട്ട് അദ്ദേഹം താരമായി. എന്ന് മിമിക്രി കാലത്തുണ്ടായിരുന്ന സൗഹൃദമുണ്ടോ അതേപോലെ തന്നെയാണ് അദ്ദേഹം സിനിമയിലും നമ്മളോട് പെരുമാറുന്നത്. നമ്മളെ വന്നു കഴിഞ്ഞ് നമ്മളങ്ങ് ചേർത്ത് നിർത്തും. പ്രത്യേകിച്ച് മിമിക്രിക്കാരെന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ അടുപ്പം, ഏറ്റവും വലിയ ബന്ധം എന്ന് പറയുന്നത് മിമിക്രിക്കാരനെന്ന് പറയുമ്പോൾ അദ്ദേഹം ചേർത്തങ്ങ് നിർത്തും. നമ്മൾ ഒരു കുടുംബമാണെന്നുള്ള രീതിയിൽ എല്ലാവരോടും അങ്ങനെയാണ് അദ്ദേഹം. പക്ഷെ ചേർത്ത് നിർത്തി നമ്മളെ പിന്നെ വിടില്ല, നമ്മുടെ കൂടെ തന്നെ ആയിരിക്കും. എനിക്കെന്നും നല്ല ഓർമ്മകൾ മാത്രം സമ്മാനിച്ചിട്ടുള്ള ഒരാളാണ് കലാഭവൻ. ഒരുപക്ഷെ ഈ മണിച്ചേട്ടൻ നിങ്ങളുടെ വീട്ടിൽ നിന്നൊരു കലയിലെത്തി, സിനിമയിലെത്തി ഉണ്ടാകുന്ന നമ്മളുടെ ഇത്തരത്തിലുള്ള ഒരു കുറവുകള് പരിഹരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വരുന്നുണ്ടല്ലോ. അപ്പൊ മണിച്ചേട്ടൻ തന്ന, രാമകൃഷ്ണൻ തന്നിട്ടുള്ള ഗിഫ്റ്റുകൾ, ഒരു ഗിഫ്റ്റ് ഓർമ്മയുള്ളത് പറയാൻ പറഞ്ഞാൽ ഏറ്റവും പ്രഷ്യസ് ആയ ഒരു ഗിഫ്റ്റ് എന്തെന്നായിരിക്കും? ഈ കലാജീവിതത്തിൽ ചേട്ടൻ എപ്പോഴും പറയുന്നത് നമുക്ക് നല്ല കലാകാരന്മാരാവണം. ഏറ്റവും അതായത് നമ്മൾക്ക് ആരും മുൻപിലില്ല. അച്ഛനും അമ്മയും ഇൻബോണായിട്ട് അവരൊക്കെ പാട്ട് പാടും, സിസ്റ്റേഴ്സ് പാടും. പക്ഷേ ഒരു വേദിയിലേക്ക് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ അത്തരം വഴികൾ കാണിച്ചു തരാനോ ആരുമില്ല. അപ്പോൾ ചേട്ടൻ എപ്പോഴും പറയും നമുക്ക് നല്ല കലാകാരന്മായി വളരണം എന്നുള്ള രീതിയിൽ ഉപദേശം തരാറുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെറുപ്പത്തിലേ ഇങ്ങനെ ഡാൻസ് കളിക്കും. അപ്പം ഞാനും അദൃശ്യക്ക് ആദ്യമായിട്ട് കാണുന്നത് ഇപ്പം എൻ്റെ ഓർമ്മയിൽ വരുന്നത് ചേട്ടൻ്റെ ജീവിതകഥ വെള്ളി നക്ഷത്രത്തിൽ എഴുതിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രകാശന കർമ്മം തിരുവനന്തപുരം TDM ഹാളിൽ വെച്ചിട്ട് നടക്കണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഞാനന്നൊരു ചെറിയ പെർഫോമൻസ്, ഒരു നാടോടി നൃത്തം, ക്ലാസിക്കലൊന്നും പഠിക്കുന്നില്ല ആ സമയത്ത്. അപ്പോൾ ഇക്ക അന്ന് റൂമിലേക്ക് വരികയും, അപ്പോൾ ഇക്ക വന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ഉറങ്ങി. എന്നിട്ട് ചേട്ടൻ തട്ടി വിളിച്ചിട്ട് എങ്ങനെയൊക്കെ ഇതാണ് ആദർശ എന്ന് പറഞ്ഞ് പരിചയപ്പെട്ട ഒരു കാര്യം പെട്ടെന്ന് ഇങ്ങനെ ഇവിടെ വന്നപ്പോൾ എന്നെ ഓർമ്മ വരികയാണ്. അപ്പോൾ ചേട്ടൻ എനിക്ക് മത്സരിക്കണം ആദ്യമായിട്ട്. കാരണം അത്രയും നാൾ നമ്മൾ നൃത്തം പഠിച്ചിട്ട് ഒരു വേദിയില്ല. എല്ലാ കലാമത്സരങ്ങളും നമ്മൾ കാണാൻ വേണ്ടി പോയിരിക്കും. അപ്പോൾ ചേട്ടനൊക്കെ വലുതായി സാമ്പത്തികമൊക്കെ ആയിട്ട് സെറ്റപ്പായി കഴിഞ്ഞപ്പം എനിക്ക് അന്ന് കളിക്കണം. ഒരു MG യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ, ഇപ്പം നമ്മുടെ തൃപ്പൂണിത്തുറ RLV കോളേജിലാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയം അത് കോളേജ് യൂണിവേഴ്സിറ്റിക്ക് അഫിലിയേഷൻ കിട്ടിയ ആദ്യ വർഷം.
അപ്പോൾ അങ്ങനെ കലോത്സവത്തിൽ പങ്കെടുക്കാനുള്ള ഒരു ചാൻസ് കിട്ടി കഴിഞ്ഞപ്പം ഒരുപാട് ഐറ്റംസുകളുണ്ട്, നൃത്തം, പിന്നെ ഓട്ടംതുള്ളൽ, ഫാൻസി ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വിചാരം ചേട്ടൻ സിനിമാ നടനായി, അപ്പോൾ എനിക്ക് എല്ലാ കാര്യത്തിലും ഇനി ചേട്ടൻ്റെ പിന്തുണ ഉണ്ടാവും എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ചേട്ടനോട് ചെന്ന് പറഞ്ഞു എനിക്കിങ്ങനെ മത്സരിക്കാൻ പോകണം, അപ്പോൾ അതിന് പൈസ സാമ്പത്തികം ആവശ്യമുണ്ടല്ലോ, നൃത്ത മത്സരമായതുകൊണ്ട്. അപ്പോൾ ചേട്ടൻ തരും എന്നുള്ള ഇതിൽ ചേട്ടനോട് വലിയ കാര്യത്തിൽ പോയി ചോദിച്ചു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു നമുക്കൊന്നും മത്സരം ചേർന്നല്ല, അതിൻ്റെ കലാമത്സരങ്ങൾക്ക് പോകണ്ട, കലയെ ജീവിത സബരിയാക്കി കൊണ്ടുപോകണം, അതുകൊണ്ട് മത്സരിക്കാൻ പോകണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ കുഞ്ഞു കുട്ടിയിൽ ആ ത്വര എപ്പോഴും ഇങ്ങനെ ഉള്ളിൽ കിടന്നിട്ട് ചേട്ടൻ്റെ ഡ്രൈവർമാരോടും അല്ലെങ്കിൽ കൂടെ പോണ അവരോടൊക്കെ ഞാനിങ്ങനെ എപ്പോഴും ഫോൺ ചെയ്തുകൊണ്ടിരിക്കും, പൈസയുടെ കാര്യം പറയുന്നത്. അവൻ അവസാനം ചേട്ടൻ കുറച്ച് പൈസ തന്നു എനിക്ക്, ഇത്രയും കൊണ്ടുപോയാൽ മതി. പക്ഷെ നമുക്ക് ഇത് കൊണ്ടുപോയിട്ട് അവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഓരോ ദിവസം ഓർക്കസ്ട്ര വെച്ച് കളിക്കണം. വലിയ വലിയ കോളേജുകളാണ്, സെൻറ്റ് തെരേസാസും മഹാരാജാസിൻ്റെ ഒക്കെ. ഇപ്പോൾ ഈ പാവപ്പെട്ട കോളേജിലെ പിള്ളേർ മത്സരിക്കുമ്പോൾ അതിനൊപ്പം നിന്ന് മത്സരിച്ചാലേ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. പിന്നെ അവിടെ ചെന്നപ്പോൾ ഈ ഒരു സാമ്പത്തികം മതിയാവില്ല. അപ്പോൾ ചേട്ടൻ ആദ്യമായിട്ട് ഗൾഫിൽ പോയപ്പോൾ എനിക്കൊരു സച്ചിൻ്റെ കൈ ചെയിൻ എനിക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അറിയാം വീട്ടിൽ ചെന്ന് പുലിവാലായിരിക്കും എന്നറിയാം, പക്ഷേ ഈ കൈ ചെയിൻ ഞാൻ അവിടെ കൊണ്ടുപോയി ഒരു കടയിൽ വിറ്റു ഞാൻ, കാരണം എനിക്ക് മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് അവിടെ ആ സമയം ആകാശത്തിൽ പറവുകൾ എന്ന് പറഞ്ഞ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്, അവിടെ കോട്ടയത്താണ് നടക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ദിവസം ഫ്രണ്ട് പേജിൽ വാർത്ത വന്നു, കലാഭവൻ മണിയുടെ അനുജന് ഭരതനാട്യത്തിൽ 1ാം സ്ഥാനം. അപ്പോൾ നമ്മുടെ പേരില്ല, അങ്ങനെ വന്നു. രണ്ടാമത്തെ ദിവസം അടുത്ത മത്സരമാണ്, പെൺകുട്ടികളൊപ്പം മത്സരിക്കുന്നത്. രണ്ടാമത്തെ ദിവസം വന്നു കലാഭവൻ മണിയുടെ അനുജന് കുച്ചിപ്പുടിയിൽ പെൺകുട്ടികളെ പിന്തള്ളിക്കൊണ്ട് 1ാം സ്ഥാനം. അവസാനത്തെ ദിവസം വന്നു ചിരിയുടെ അനുജൻ ചിലങ്കയുടെ തോഴൻ, കലാഭവൻ മണിയുടെ അനുജൻ കലാപ്രതിഭ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്കിതൊന്നും ചേട്ടനെ വിളിച്ചറിയിക്കാനോ അല്ലെങ്കിൽ ഒന്നുമില്ല. അപ്പോൾ അവിടെ നിന്ന് മനോരമ ഓഫീസിൽ നിന്ന് ഒരാൾ പറഞ്ഞു നീ എൻ്റെ കൂടെ പോരെ, എന്നിട്ട് അവിടെ നിന്ന് ഡയൽ ചെയ്തു, ലാൻഡ് ഫോണിൽ നിന്ന് വിളിച്ചിട്ട്. അപ്പോൾ ചേട്ടനെ കിട്ടിയില്ല. അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞു. സമ്മാനം വാങ്ങിക്കാൻ നമ്മുടെ മുരളി സാറാണ് അവിടെ നിന്ന് ചീഫ് ഗസ്റ്റായിരുന്നത്, നമ്മുടെ കോട്ടയം ബസേലിയസ് കോളേജിൻ്റെ ആ ഒരു ഓഡിറ്റോറിയത്തിലാണ്. അപ്പം ഇങ്ങനെ സമ്മാനം വാങ്ങിക്കാതിരിക്കുന്ന സമയത്ത് പുറകിൽ നിന്ന് ഭയങ്കര ഒരു ആരവം കേൾക്കുന്നുണ്ട്, ആരോ വരുന്ന പോലെ, ആൾക്കാർ എണീക്കുന്നു, ചിരിക്കുന്നു, കൈയടിക്കുന്നൊരു ബഹളം. കുറേ കഴിഞ്ഞപ്പോൾ ചേട്ടനാണ് തലയൊക്കെ മുട്ടയടിച്ച് സ്റ്റേജിലേക്ക് കയറി വരികയാണ്. അപ്പോൾ പിന്നെ കലാപ്രതിഭയുടെ സമ്മാനം വാങ്ങിക്കാൻ വേണ്ടി സ്റ്റേജിലേക്ക് വിളിച്ചപ്പോൾ കോളേജിലെ മുഴുവൻ പിള്ളേർ ഇങ്ങനെ രാമ രാജകുമാര, RLVയുടെ രാജകുമാര എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിരിക്കുമ്പോൾ സമ്മാനം വാങ്ങിക്കാൻ നിൽക്കുന്ന സമയത്ത് ചേട്ടൻ ഇങ്ങനെ കൈമ പിടിച്ച് വലിച്ചിട്ട് ഇങ്ങനെ ഒരുപാട് സമയം ഇങ്ങനെ മുറുക്കി കെട്ടിപ്പിടിച്ചു നിന്നിട്ട് പിന്നെ ചേട്ടൻ പ്രസംഗിക്കുന്ന സമയത്ത് പറഞ്ഞു, മുരളി സാറ് പറഞ്ഞു, ഞാൻ ഒരു അധികാരം കയ്യിലെടുക്കുകയാണ്, ഈ സമ്മാനം ഞാൻ ഇവന് കൊടുക്കട്ടെ എൻ്റെ കൈ കൊണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടൻ്റെ കയ്യിൽ നിന്നാണ് ആ സമ്മാനം എനിക്ക് തന്നത്. ചേട്ടൻ പറഞ്ഞത് ഞാനൊക്കെ, അതായത് മണിച്ചേട്ടൻ മത്സരിക്കാൻ പോണ സമയത്ത് ഒരു നാരങ്ങ വെള്ളം കുടിക്കാൻ പോലും 10 പൈസ കയ്യിലില്ല. അപ്പോൾ ഇവന് ഇങ്ങനെ ഞാൻ മുഴുവൻ പൈസ കൊടുക്കുകയാണെങ്കിൽ അത് മത്സരിക്കാനും സമ്മാനം നേടാനുള്ളൊരു വാശി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ അവനെ പറഞ്ഞു വിട്ടത്. പക്ഷെ അവൻ എന്നെ മധുരതരമായി പകരം വീട്ടി. കാരണം ഒരു ദിവസം പത്രത്തിൽ പോലും അവൻ്റെ പേര് വന്നില്ല, എൻ്റെ പേരാണ് അച്ചടിച്ച് വന്നത്. അപ്പോൾ ഈ സമ്മാനം ഞാൻ എന്നേക്കാളും വലിയ കലാകാരനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം എനിക്ക് ആ സമ്മാനം തന്നത്. അതാണ് എൻ്റെ ജീവിതത്തിൽ പിന്നോടുള്ള എല്ലാ നേട്ടങ്ങൾക്കുള്ള വാശിയായിട്ട് ആ ചേട്ടൻ അന്ന് കെട്ടിപ്പിടിച്ചു. പക്ഷെ പറയുന്ന ഈ ഒരു മുഹൂർത്തങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ ഒരു ഡെപ്ത് ആലോചിക്കാവുന്നതേ ഉള്ളൂ. മണിച്ചേട്ടനെ കുറിച്ച് പറയുമ്പം അദ്ദേഹത്തിന്റെ സിനിമകളിൽ എപ്പോഴും വാസന്തി ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന് പറയുന്ന ഒരു സിനിമ അദ്ദേഹത്തിന്റെ സിനിമാ കരിയറിൽ എപ്പോഴും എടുത്തു പറയും. കാരണം ഒരു നടനെ സംബന്ധിച്ചിടത്തോളം അഭിനയിച്ച് ഫലിപ്പിക്കേണ്ട ഒരു എക്സ്പ്രഷൻ അയാൾക്ക് ഏറ്റവും എളുപ്പത്തിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് കണ്ണുകളിലൂടെയാണ്. ആ കണ്ണ് പൂർണ്ണമായിട്ടും ബ്ലോക്കാക്കി വെച്ചുകൊണ്ടാണ് ആ സിനിമയ്ക്ക് വേണ്ടുന്ന എല്ലാ എക്സ്പ്രഷനുകളും അദ്ദേഹം ആ സിനിമയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സിനിമ വിനയൻ സാറ് സംവിധാനം ചെയ്യുമ്പോഴും ഒരുപക്ഷെ അതിനും 1 മിനിറ്റ് മുമ്പ് ആ വിഷ്വലുകൾ കാണുക എന്ന് പറയുന്നത് അതിന്റെ ക്യാമറമാനാണ്. വാസന്തി ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിന്റെ ഛായാഗ്രാഹകൻ. നിരവധി മനോഹരങ്ങളായ സിനിമകൾക്ക് വേണ്ടി ക്യാമറ ചലിപ്പിച്ചിട്ടുള്ള അഴകപ്പൻ സാർ മണിച്ചേട്ടനെ കുറിച്ച് ഓർക്കുന്നു. കലാഭവൻ മണി ഒരുപാട് പടങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ കുറേ കാലമായിട്ട് പുള്ളിയുടെ ഒരു സ്ലാപ്സ്റ്റിക് കോമഡിയും സറ്റയർ കോമഡിയും എക്സാഗ്രേറ്റഡ് കോമഡി അങ്ങനെ പല കോമഡി പടങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് വാസന്തി ലക്ഷ്മി വർക്ക് ചെയ്യാൻ ഒരു അവസരം കിട്ടി. അപ്പോൾ വാസന്തി ലക്ഷ്മി ടോട്ടലി ഒരു ബ്ലൈൻഡ് സബ്ജക്റ്റാണ്. അപ്പോൾ അത് എങ്ങനെയാണ് അത് ചെയ്യണമെന്ന് എനിക്ക് തന്നെ കൺഫ്യൂഷനായി. ലൈറ്റിങ്ങിൽ എന്തെങ്കിലും മാറി പിടിക്കണോ അല്ലെങ്കിൽ ക്യാമറ ആംഗിളിൽ മാറ്റി പിടിക്കണോ, കൺഫ്യൂഷനിലിരിക്കുമ്പോഴാണ് മണി വന്ന് എൻ്റെ അടുത്ത് അഴപ്പ സാർ ഞാൻ ഒരു ദിവസം ഞാൻ ഒരു ട്രയലിൽ വന്ന് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ കൊച്ചിക്ക് വന്നപ്പം എൻ്റെ റൂമിലേക്ക് വന്ന്, ഞാൻ താമസിച്ച റൂമിൽ
വന്ന് അദ്ദേഹം പ്ലേ ചെയ്ത് കാണിച്ചു, പുള്ളി അഭിനയിക്കാൻ പോകുന്ന സീൻസുകളൊക്കെ. ഞാൻ ഞെട്ടിപ്പോയി. കാരണം കണ്ണ് അത് ബ്ലൈൻഡാ ഇല്ല റിയൽ മണി എന്ത് ചെയ്ത് കോണ്ടാക്ട് ലെൻസ് ഇട്ടാണ്. എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ. സെയിം ഐസ് തന്നെ ലിഫ്റ്റ് ചെയ്ത് മേളിൽ പോകുന്ന ഒരു എക്സസൈസ് എത്രയോ മാസങ്ങളായിട്ട് ചെയ്ത് പുള്ളി സെൽഫ് പ്രാക്ടീസ് ചെയ്ത് വന്നവർ. സോ ആക്ടറുടെ ഡെഡിക്കേഷൻ എല്ലാം കണ്ട്. അതേപോലെ കലാഭവൻ മണി നമ്മൾ എന്ത് ഹോസ് ലൈറ്റ് ആണെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ലൈറ്റിങ്ങിൽ ചെയ്താൽ എനിക്ക് സ്ട്രെയിൻ ചെയ്യരുതെന്ന് ഉള്ളിയുടെ ഒരാറിന്. അങ്ങനെ വാസന്തി ലക്ഷ്മി ചെയ്തു. പിന്നെ അതെക്കാട്ടിലും വേറൊരു ഹ്യൂമർ, വെരി ടഫ് ഹ്യൂമറിലുള്ള ചെയ്തതാണ് കരുമാടിക്കുട്ടൻ. അതും വളരെ ടഫ് ഫിലിമായിരുന്നു. ഷാരടി എന്നെ ഒരിക്കൽ ഞാൻ മണിച്ചേട്ടനെ വിളിച്ചപ്പോൾ മണിച്ചേട്ടൻ എവിടെയുണ്ട് നീ? ഞാൻ പറഞ്ഞു ചാലക്കുടി വഴി പോവുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ് എന്നെ എവിടെ ഇറങ്ങൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ഇറങ്ങിയപ്പോൾ ഒരു കാവ്യ കൊണ്ട കൊടുത്ത് ഒരു ബുള്ളറ്റിന് വന്ന് ഇതിൽ എന്നെ ബുള്ളറ്റിൽ കയറ്റിയിട്ട് എല്ലായിടത്തും മണിക്കൂടാരം എന്ന് പറഞ്ഞൊരു നേരെ വീടുകൾ എല്ലായിടത്തും കൊണ്ടേ കാണിച്ചു. ഇവരെ തറവാട്ടിൽ കൊണ്ടുപോയി. അന്ന് അമ്മയുണ്ട്, അമ്മേനെയൊക്കെ പരിചയപ്പെടുത്തി എല്ലാം കഴിഞ്ഞു. പിന്നെ ഒരിക്കലൊരു സഹോദരിയുടെ പെങ്ങളുടെ കല്യാണത്തിനോ എന്തിനോ പെങ്ങളുടെ മോളുടെ കല്യാണത്തിനോ എന്നെ വിളിച്ചിട്ട് ഞാനവിടെ രാത്രി ഒരുപാട് വൈകിയാണ്, ഹൈദരാബാദിൽ നിന്ന് വന്ന് ഒരുപാട് രാത്രിയായി. അപ്പോൾ മണിച്ചേട്ടൻ കിടക്കണേ. ഞാൻ മണിച്ചേട്ടൻ്റെ വീട്ടിൽ. അപ്പോൾ മണിച്ചേട്ടൻ്റെ വീട്ടിലധികം സുഹൃത്തുക്കളൊന്നും അങ്ങനെ കയറിയിട്ടൊന്നുമില്ല. ഞാൻ കയറി മണിച്ചേട്ടനെ തട്ടി വിളിച്ചിട്ട് അയ്യോ എന്താണ് ഇത്ര വൈകിയത്? ഞാൻ ഹൈദരാബാദിൽ നിന്ന് വന്ന വഴിയാണ്, അപ്പോൾ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ വൈഫിനെയൊക്കെ പരിചയപ്പെടുത്തി അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഒരു സ്നേഹം കാണിക്കണതിൽ ഈ പറഞ്ഞ രാമകൃഷ്ണൻ്റെ കാര്യത്തിലാണെങ്കിൽ രാമകൃഷ്ണന് പണ്ടത്തെ പോലെയല്ലേ, ഇപ്പോൾ ഒരുപാട് ശിഷ്യഗണങ്ങളുണ്ട്, നമ്മളെല്ലാം കാണുന്നുണ്ട്. പണ്ടത്തെ ഒരു രാമകൃഷ്ണനിൽ നിന്ന് മാറിയിട്ട് ഒരുപാട് ശിഷ്യഗണങ്ങളുണ്ട് അല്ലേ? അതെ. എത്ര പേരുണ്ട് ഇപ്പോൾ ഏകദേശം എണ്ണി നോക്കിയിട്ടില്ല. ഇത് ചേട്ടൻ വെച്ച് തന്ന നമ്മുടെ കലാസ്ഥാപനം, അതായത് അച്ഛൻ്റെ പേരിൽ 2013 ചേട്ടൻ ഒരു കലാസ്ഥാപനം വെച്ച് തന്നിരുന്നല്ലോ. അപ്പോൾ അവിടെ ചേട്ടൻ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് കല പഠിക്കാനുണ്ടായ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, സാഹചര്യങ്ങൾ, അത് ഇനി വരുന്ന അല്ലെങ്കിൽ കലയെ ഇഷ്ടപ്പെടുന്ന വരുന്ന ഒരു കുട്ടിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടാണെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ അത് ഉണ്ടാവരുത് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം അച്ഛൻ്റെ അമ്മയുടെയും പേരിൽ ആ സ്മാരകം വെച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ വേറെ എവിടെയും പോകാണ്ട് ഒരുപക്ഷെ നമുക്കൊരു അവിടെ നിന്ന് ഒരു ലാഭമോ അല്ലെങ്കിൽ ജീവിക്കാനുള്ള നിവൃത്തിയൊന്നും അവിടെ നിന്ന് ഇല്ലെങ്കിൽ പോലും നമ്മളവിടെ ഇപ്പോഴും ചേട്ടൻ പറഞ്ഞു തന്ന വാക്കിനെ അർത്ഥവത്താക്കിക്കൊണ്ട് വരുന്ന ഒരുപാട് കലാകാരന്മാർക്കും കലാകാരികൾക്കും അവിടെ ക്ലാസ് എടുക്കുന്നുണ്ട്. കുട്ടികളുടെ എണ്ണം നോക്കാറില്ല, വരുന്നവർ വരും, പഠിക്കുന്നു, നമ്മളെ കൊണ്ടാവുന്നത് ചെയ്യുന്നു. ഫീസ് തരാൻ പറ്റുന്നവർ ഫീസ് തരുന്നു, ഇല്ലാത്തവർക്ക് സാമ്പത്തിക സഹായങ്ങൾ അല്ലെങ്കിൽ ഫീസിൻ്റെ ആനുകൂല്യങ്ങൾ കൊടുത്തുകൊണ്ട് നമ്മൾ പഠിപ്പിക്കുന്നു. ഈ മണിച്ചേട്ടൻ, എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ ആറ്റിങ്ങൽ ഭാഗത്തുള്ള ഒരു കുട്ടിക്ക് കണ്ണ് ഓപ്പറേഷന് പൈസ കൊടുക്കാൻ തീരുമാനിക്കുകയും ആ പൈസ കൊടുക്കുന്ന ചടങ്ങിന് അദ്ദേഹത്തിന്റെ വീടിനടുത്ത് പുഴയുടെ തീരത്ത് പ്രോഗ്രാം വെക്കുകയും ചെയ്തു. അന്ന് ഞാൻ സലീം കുമാറിന്റെ ട്രൂപ്പിലാണ്. അപ്പൊ സലീമേട്ടനായിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, എടാ നിന്റെ ട്രൂപ്പിലുള്ളവരെ ഒന്ന് ഇങ്ങോട്ട് വിടുവോ, ഒരു പരിപാടിക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ സലീമേട്ടനോട് എത്ര രൂപ പരിപാടിക്ക് എന്ന് ചോദിച്ചപ്പം സലീമേട്ടൻ പറഞ്ഞു, നിന്റെ പരിപാടിക്ക് അങ്ങനൊന്നുമില്ല, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ് ഞങ്ങളവിടെ പോയി. പക്ഷെ സലീമേട്ടൻ നമുക്ക് പൈസ തരാന്നുള്ള സെറ്റപ്പിലാണ്. സലീമേട്ടൻ പൈസ തരും, ഞങ്ങളവിടെ പരിപാടി ചെയ്തപ്പോൾ പരിപാടി ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ വണ്ടി കയറിയപ്പം എനിക്ക് ഒരു മണിച്ചേട്ടൻ വന്നിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ കുറേ പൈസ തന്നിട്ട് അവൻ സലീമിനോട് പറയണ്ട കേട്ടോ, ഞാൻ പൈസ ഒന്നും പറയണ്ട, അവൻ ചിലപ്പോൾ അത് ഇതൊക്കെ പറയും, നിങ്ങളെടുത്ത് ആരോടും പറയാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും അന്ന് കുറച്ച് പൈസ തരികയും വിടുകയൊക്കെ ചെയ്തു. മണിച്ചേട്ടൻ്റെ ഒരു ജീവിത കഥ അല്ലെങ്കിൽ മണിച്ചേട്ടൻ്റെതെന്ന് നമുക്ക് അവകാശപ്പെടാവുന്നൊരു കഥ സിനിമയായി വന്നു. അതിനുശേഷം ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്നാണ്. അന്ന് ഇവിടെ ഒരുപാട് കലാകാരന്മാരുണ്ടെങ്കിലും ആ ചിത്രത്തിൽ ആ റോൾ അഭിനയിക്കാനുള്ള ഭാഗ്യമുണ്ടായ നമ്മുടെ സഹപ്രവർത്തനമായിട്ടുള്ള സെന്തിൽ എന്ന് പറയുന്ന രാജാമണി സെന്തിലിനാണ്. സെന്തിൽ അദ്ദേഹത്തെ ഓർക്കുന്നു. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് മണിച്ചേട്ടൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി വിനയൻ സാറ് ഒരുക്കിയ സിനിമയായിരുന്നു ചാലക്കുടിക്കാരൻ ചങ്ങാതി. അതിലെ നായക കഥാപാത്രത്തെ അവതരിപ്പിക്കാനുള്ള അവസരം കിട്ടിയത് സിനിമയിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്ത് നടന്ന എന്നെ സംബന്ധിച്ച് ഒരു വലിയ ഭാഗ്യമായിരുന്നു. അതിനവസരം തന്ന എൻ്റെ പ്രിയപ്പെട്ട വിനയൻ സാറിന് ഈ അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ്. അഭിനയം മാത്രമല്ല, പാട്ടായാലും ഡാൻസ് ആയാലും സ്റ്റേജ് പരിപാടികളായാലും അദ്ദേഹത്തിൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങളായാലും എല്ലാ കാര്യങ്ങളിലൂടെയും പ്രേക്ഷകരുടെ ഇടയിൽ വളരെയധികം സ്വാധീനം നേടിയ ഒരാളാണ് മണിച്ചേട്ടൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരാളിനെ സിനിമയിൽ അവതരിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഒരേ സമയം അതൊരു അവസരവുമാണ്, എന്നാൽ അതൊരു വലിയ ഉത്തരവാദിത്വമാണ്. പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ആ കഥാപാത്രത്തെ ഞാൻ നന്നായി അവതരിപ്പിക്കാൻ ശ്രമിച്ചു. അത് പ്രേക്ഷകർ ഇരു കൈനീട്ടി സ്വീകരിച്ചു. അതിലൊരുപാട് സന്തോഷം. മണിച്ചേട്ടൻ്റെ വിയോഗം നമുക്കെന്നും ഒരു തീരാ നഷ്ടമാണ്. കാരണം അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ ഒരുപാട് സിനിമകളിലൂടെ ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ
ഒരുപാട് പാട്ടുകളിലൂടെ നമ്മളെ ഒരുപാട് രസിപ്പിച്ചേനെ. അദ്ദേഹത്തിൻ്റെ മരിക്കാത്ത ഓർമ്മകൾക്ക് മുന്നിൽ ഹൃദയാഞ്ജലി നേരുന്നു. വിനയൻ സാറിൻ്റെ ഈ പടത്തിൽ അഭിനയിക്കാൻ വിളിച്ചു, അനിയനായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ നമ്മുടെ മാനസികാവസ്ഥയൊന്നും അങ്ങനത്തെ ഒരു സാഹചര്യത്തിലല്ല അല്ല. ഇന്നും അല്ല മണിച്ചേട്ടന്റെ കാര്യത്തിൽ രാമകൃഷ്ണൻ ഒരു ഇമോഷണൽ തലത്തിൽ വളരെ വീക്കാണ്. വേറൊരു ഭയങ്കര മൈൻഡ് സെറ്റിലാണ് അത് നമുക്ക് ആ തകർച്ച എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് അന്ന് മാർച്ച് 6, 2016 മാർച്ച് 6 നിന്ന് ഒരു ദിവസം പോലും ഞങ്ങൾക്ക് മാറ്റം വന്നിട്ടില്ല. അല്ലടാ, അത് പിഷു എന്താ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് തന്നെ അവൻ നമ്മളുടെ ഇന്ന് നമ്മളുടെ കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ തന്നെ അതായത് നമ്മൾ അടുത്ത ഈ രാമകൃഷ്ണനേക്കാളും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം പരിചയപ്പെട്ട നമ്മൾ സുഹൃത്തുക്കൾക്ക് തന്നെ. പക്ഷെ നമ്മൾ പോലും മനസ്സുകൊണ്ട് അവനിപ്പോഴും ഉണ്ട് എന്നുള്ള ഒരു നാദർശക്ക് ഒരിക്കൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്. നമ്മളിങ്ങനെ കുറെ പറഞ്ഞു. ഇപ്പൊ നാദർശക്ക് ഒരു ദിവസം പറഞ്ഞുകൊണ്ട് ഇപ്പൊ മണിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു സമാധാനമായിരുന്നു വർത്താനം പറയാനും ഇരിക്കാനെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നോട്. ഞങ്ങളുടെ ഒരു ധൈര്യം എഴുന്നവൻ. ശരിക്കും നമ്മൾ ഫ്രണ്ട്സിന് ഒരു ആത്മവിശ്വാസം, അതായത് അവനൊരു ധൈര്യം എന്ന് പറയുന്നത് ഇപ്പോൾ മണിയേക്കാൾ ഒരുപാട് സീനിയറാണ് അശോകൻ ചേട്ടൻ. സെലിം കുമാറിനാണെങ്കിലും എനിക്കാണെങ്കിലും അശോകൻ ചേട്ടനാണെങ്കിലും ദിലീപിനാണെങ്കിലും ഞങ്ങളൊക്കെ കൂടി ഒരുമിച്ചാണല്ലോ ഒരുപാട് ഷോസ് പോയിട്ടുണ്ടല്ലോ. ആ ഒരു ചങ്കുറ്റ, അതായത് ചാലക്കുടിയിൽ ഞങ്ങളുടെ ഒരാളുണ്ട്, എന്തിനും ഞങ്ങൾക്ക് ബലത്തിനൊരാളുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. അത്ര അഭിനയത്തിനുള്ള പ്രത്യേക പരാമർശം, നാഷണൽ അവാർഡ്, ജൂറി പുരസ്കാരം, സംസ്ഥാന അവാർഡ് ഒക്കെ കിട്ടുന്ന ആ ലെവലിലുള്ള പ്രകടനങ്ങളിലേക്ക് പിന്നീട് അദ്ദേഹം എത്തി. 4-5 സംസ്ഥാനങ്ങളിൽ 4-5 ഭാഷകളിൽ ഒക്കെ ഉള്ള വലിയ വലിയ പ്രകടനങ്ങളിലേക്ക് പോയി. രാമകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം രാമകൃഷ്ണൻ ഇപ്പോൾ ആദ്യം പറഞ്ഞു മണിച്ചേട്ടൻ്റെ അനിയൻ എന്ന് പറയുന്നത് കുറേ നാള് വലിയ പ്രിവിലേജുമാണ്, കുറേ നാള് രാമകൃഷ്ണന് വലിയ ബാധ്യതയുമാണ്. രാമകൃഷ്ണൻ ഇപ്പൊ പാടുന്നില്ല എന്ന് പറയുമ്പോഴാണ് ഞാൻ പറഞ്ഞത് മണിച്ചേട്ടൻ പോകുന്ന വഴികളിലല്ല രാമകൃഷ്ണൻ പിന്നീട് പോയത്. അഭിനയിക്കാൻ വിളിച്ചപ്പോൾ അവിടെ പോയില്ല, പാട്ട് പാടുന്നില്ലെന്ന് പറഞ്ഞു. പാട്ട് വിനയൻ സാറ് പറഞ്ഞിട്ട് ആ പടത്തില് ഇപ്പൊ പാടിയിരിക്കുന്നത് ഞാനാണ്. ചാലക്കുടി ചന്തയ്ക്ക് പോയപ്പോൾ പടത്തിന് വേണ്ടി പാടിയത് ഞാനായിരുന്നു. ആ പാട്ട് പാടിയിട്ടുണ്ട്. നടനും അത്യാവശ്യം നന്നായിട്ട് പാടുകയും ചെയ്യുന്ന ഒരാൾ അദ്ദേഹം. ഇപ്പം രാമകൃഷ്ണൻ പറഞ്ഞ പോലെ തന്നെ, രാമകൃഷ്ണനെ പോലെ തന്നെ ഒരാൾ. അദ്ദേഹം നല്ല നടനാണ്, നായക നടനാണ്. അത്യാവശ്യം നിർബന്ധിച്ചാൽ ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ പാടുന്ന ഒരാളാണ്. വലിയൊരു സിനിമ പാരമ്പര്യത്തിൽ നിന്ന് വന്ന ആളാണ്. നായകൻ, അഭിനേതാവ്, പ്രിയപ്പെട്ട ഇന്ദ്രജിത്ത് മണിച്ചേട്ടനെ ഓർക്കുന്നു. ശരിക്കും ഭയങ്കര ഒരു പാഷനറ്റ് ആർട്ടിസ്റ്റ് ആയിരുന്നു മണിച്ചേട്ടൻ എന്ന് പറയുന്നത്. ഞാൻ കുറേ പടങ്ങൾ മണിച്ചേട്ടനോടൊപ്പം ചെയ്തിട്ടുണ്ട്. ഓരോ കഥാപാത്രങ്ങളെയും അത്ര സീരിയസ് ആയിട്ട് കണ്ട് ഫോളോ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. നമുക്കറിയാം മണിച്ചേട്ടൻ്റെ ഏറ്റവും ഗോൾഡൻ ടൈം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കരുമാടിക്കുട്ടൻ, വാസന്തിയും ലക്ഷ്മി പിന്നെ ഞാനും. ആ ഒരു സമയത്തൊക്കെ പുള്ളിക്കാരൻ്റെ പെർഫോമൻസസ് കണ്ട് അഭിനയത്തോട് എന്തെങ്കിലും താല്പര്യമുള്ളവർ ആര് കണ്ടിട്ടുണ്ടെങ്കിലും ഞെട്ടിപ്പോയിട്ടുള്ള ഒരു കാലഘട്ടമാണത്. കാരണം അത്രത്തോളം ഒരു കഥാപാത്രത്തിലേക്ക് ഇഴുകിച്ചേർന്ന് അതിനുവേണ്ടി കഷ്ടപ്പെട്ട് ഒരാൾക്ക് ചെയ്യാൻ സാധിക്കും എന്ന് കാണിച്ചു തന്നൊരു നടനായിരുന്നു മണിച്ചേട്ടൻ. പിന്നെ മണിച്ചേട്ടനോടെ വർക്ക് ചെയ്തൊരു എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും ഒരു മണിച്ചേട്ടൻ ഉണ്ടെങ്കിൽ പിന്നെ സമയം പോകുന്ന അറിയത്തില്ല. മൊത്തത്തിലൊരു എന്റർടൈനർ ആയിരുന്നു. അത് ലൊക്കേഷനിലാണെങ്കിലും ഷൂട്ടിംഗ് സമയത്താണെങ്കിലും അല്ലെങ്കിലും ഇപ്പോൾ ഷോസൊക്കെ പല ഷോസിൽ ഞങ്ങൾ ഒരുമിച്ച് പങ്കെടുത്തിട്ടുണ്ട്. അതിനൊക്കെ മണിച്ചേട്ടനോടൊപ്പം കുറച്ചിരുന്ന് സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സമയം പോകുന്ന അറിയില്ല. കാരണം ഷൂട്ടിംഗ് ഒരു സൈഡിൽ നടക്കും, അതിനോടൊപ്പം തന്നെ ഒരു കംപ്ലീറ്റ് ഒരു എന്റർടൈൻമെന്റ് പാക്കേജും കൂടിയായിരുന്നു മണിച്ചേട്ടൻ എന്ന വ്യക്തി. മണിച്ചേട്ടനോടൊപ്പം ചെലവഴിച്ച ഓരോ നിമിഷങ്ങളും ഞാൻ ഓർക്കുന്നു. കുറച്ച് സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ബാച്ചിലർ പാർട്ടി, അതുപോലെ ചേകവർ, ഛോട്ടാ മുംബൈയുടെ ക്ലൈമാക്സ് ഫൈറ്റ് ഒക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. വളരെ രസകരമായിട്ടുള്ള ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ ആ ഒരു മഹാനടനോടൊപ്പം ചെലവഴിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഈ ഛോട്ടാ മുംബൈയിലെ വില്ലൻ അല്ലെങ്കിൽ നടേശൻ എന്ന് പറയുന്ന വില്ലൻ അതൊരു ഗംഭീര കഥാപാത്രമാണ്. ഇനി അവിടെ നിന്നെടുത്ത് ബാച്ചിലർ പാർട്ടിയിലേക്ക് വന്നാൽ ബാച്ചിലർ പാർട്ടിയിൽ ഒരു സ്റ്റൈലുണ്ടല്ലോ. മണിച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഏതോ ഒരു ഗ്രാമവും ഗ്രാമപ്രദേശവും കൃഷിയും എന്നൊക്കെ പറയുന്ന ആ പ്രദേശം അദ്ദേഹത്തിന് ഏറ്റവും കംഫർട്ടായിട്ടുള്ളൊരു പ്രദേശം. അവിടെ ഒക്കെ ആണെങ്കിലും ബാച്ചിലർ പാർട്ടിയിലോട്ടൊക്കെ എത്തുമ്പം അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈൽ സെൻസ് എന്ന് പറയുന്നത്, സ്റ്റൈലായിട്ട് ചില കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നതിലെല്ലാം അതിഗംഭീരമായിട്ടുള്ള പ്രകടനങ്ങളാണ് മണിച്ചേട്ടൻ കാഴ്ചവെച്ചിട്ടുള്ളത്. തിരിച്ച് രാമകൃഷ്ണൻ അടുത്തേക്ക് വന്ന്, രാമകൃഷ്ണൻ മണിച്ചേട്ടനുമായിട്ട് ഒന്നിച്ച് അദ്ദേഹം ഒന്നിച്ച് സിനിമ കാണാൻ പോയിട്ടുണ്ടോ? ഫസ്റ്റ് ആദ്യത്തെ സിനിമ തന്നെ സല്ലാപം. അത് ഞങ്ങളുടെ അച്ഛനൊന്നും തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ടുള്ള ശീലം തന്നെ ഇല്ല. അച്ഛൻ ഷർട്ട് ഇടൂല. അത് കഴിഞ്ഞ് ആ ചാലക്കുടി കണിച്ചായ്സിൽ ആദ്യമായിട്ട് സല്ലാപം വന്ന സമയത്ത് അച്ഛനെയും അമ്മേനെ കൊണ്ടുപോകേണ്ട ചുമതല എനിക്കായിരുന്നു. അപ്പോൾ ചേട്ടൻ അവിടെ വരും,
അപ്പോൾ അച്ഛനെയും ഈ ഒരു ചെറിയൊരു ഷർട്ടൊക്കെ വാങ്ങിച്ച് നിർബന്ധിച്ച് ഷർട്ടൊക്കെ ഇടിച്ച് തിയേറ്ററിൽ കൊണ്ടുപോയി ഇരുത്തി. കുറേ കഴിഞ്ഞപ്പം ചേട്ടൻ്റെ സീനൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ സിനിമയിലേക്ക് ഇൻവോൾവ്മെൻ്റ് ആയിട്ടിരിക്കും, അച്ഛൻ അറിയാണ്ട് ഷർട്ടൊക്കെ ഒരു തോളിലിട്ടു. അത് കഴിഞ്ഞ് മനോജ്ക്ക് ചെയ്യാൻ ചേട്ടനെ തലണ സീൻ വന്നപ്പോഴത്തേക്കും എഴുന്നേറ്റ് ഇങ്ങനെ സ്റ്റെപ്പ് ആണല്ലോ, അപ്പോൾ ഈ സ്റ്റെപ്പുള്ള കാര്യമൊന്നും ആൾക്കറിയില്ല. ആളിപ്പോൾ ഇറങ്ങി അങ്ങനെ തന്നെ തലയും കുത്തി വീണു. അവിടെ നിന്ന് ആ ഫസ്റ്റ് ഷോ തന്നെ കാണാൻ പറ്റാണ്ട് ചേട്ടനും ഞാനും അച്ഛനെ പിന്നെ തിയേറ്ററിൽ നിന്ന് ഇറക്കി വിട്ടു. ചേട്ടന് ഫസ്റ്റ് ഷോ എനിക്ക് തോന്നുന്നത് കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. ഞാൻ അച്ഛനെയും കൊണ്ട് പിന്നെ വീട്ടിലേക്ക് പോകുന്നു. ആൾക്കിതൊന്നും മക്കളെ ഒരാൾ ചീത്ത പറയുന്നതോ തല്ലുന്നതോ ഒന്നും ആൾക്ക് ഇഷ്ടമല്ല. അങ്ങനെയാണ് അതിനുശേഷം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എടാ ഞാൻ ആ അച്ഛനെ കൊണ്ട് പടം കാണാൻ വേണ്ടില്ലേ സല്ലാപം, അച്ഛൻ പറഞ്ഞ എൻ്റെ അടുത്ത് പറഞ്ഞു നാളെ തന്നെ അവനെ വീട്ടിൽ പോയി തല്ലി. മനോജ് ജയൻ ആളെ കിട്ടിയ അപ്പ അടിക്കും, അത്രയ്ക്കും ദേഷ്യമായിരുന്നു. വീട്ടിൽ വന്നിട്ട് വരെ ആ ദേഷ്യം മാറിയിട്ടുണ്ടായിരുന്നില്ല. അതില് മണിച്ചേട്ടനും ആദ്യം ഞാൻ മനോജ് കെ ജയൻ ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. കാരണം അതിൽ മനോജ് കെ ചേട്ടൻ ഒരു റെയിൽവേ പാളത്തിന്റെ അവിടെ നിന്ന് ഒരു തള്ളുമ്പോൾ മണിച്ചേട്ടൻ പുറകിലോട്ട് വീഴുന്ന ഒരു സീനുണ്ട്. ഇപ്പോഴും ആ സിനിമ കാണേണ്ട ഒരു യൂട്യൂബ് എടുത്ത് നോക്കിക്കോളൂ. അതായത് ആ വീഴ്ച പുള്ളി ഒരു വീടിൽ വീണേക്കുന്ന പടക്കോന്നും പറഞ്ഞ് മെറ്റല് ഇട്ടൊരു പറമ്പിലോട്ട് പുറന്തല്ലി വീഴുക എന്ന് പറഞ്ഞ ഒരു ഒറ്റ വീഴ്ചയാണ് മണിച്ചേട്ടൻ വീണേക്കുന്നത്. ആ സമയത്തൊരു ഈ രക്ഷപ്പെടണം എങ്ങനെയെങ്കിലും എന്നുള്ളൊരു മനുഷ്യന്റെ കൊതി കൊണ്ടുള്ളൊരു ഒറിജിനാലിറ്റി ശേഷമാണ് അവൻ മറുമലർച്ചി എന്ന് പറഞ്ഞ സിനിമയില് പോയിട്ട് തെങ്ങിന്റെ മുകളിൽ നിന്ന് ഊർന്ന് വീണു. തെങ്ങല്ല, പനയായിരുന്നു. ഈ സ്ത്രീവേഷം കെട്ടിയിട്ടായിരുന്നു കയറിയത്. അപ്പൊ ഈ അടിയിലിട്ടിരിക്കുന്ന അടിപ്പാവാട ഊരി പോന്നു. അപ്പൊ കയറാൻ പറ്റാത്ത ഒരു പ്രശ്നമായി നേരെ ഈ ഇതിന്റെ പനയുടെയും മുള്ളുകളൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു, നിറയെ ഇങ്ങനെ എന്താ പറയാ വീട്ടിലേക്ക് ഇങ്ങനെ പൊതിഞ്ഞു കെട്ടി പോലെ അവസ്ഥയിലാണ്. മറുമലർച്ചി എന്നോട് മമ്മൂക്ക പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹമാണ് അവിടെ കൊണ്ട് ഇന്ന പോലെ ഒരാളുണ്ട് അയാളുടെ ഒരു വേഷം ചെയ്യാന്ന് പറഞ്ഞ് അവിടെ റെക്കമെൻഡ് ചെയ്യുന്നതും കൊണ്ടുപോയി ആക്കുന്നതും. അത് മുഴുവനും ചേട്ടനെ ഡ്രസ്സ് ചെയ്ത് ഉണക്കി എല്ലാ ദിവസത്തെ പരിപാടികളും നമുക്കായിരുന്നു. നമ്മളാണ് അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അത്രയ്ക്കും ഒരു എന്താ പറയുക, നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും നമുക്ക് ചേട്ടനില്ലാണ്ട് പറ്റില്ല. ഒരു ഓണം, ഒരു വിഷു, അല്ലെങ്കിൽ ഒരു രാത്രി ചേട്ടൻ വന്ന് കണ്ണാന്ന് വിളിക്കുന്നതോ ചേച്ചിന്ന് വിളിച്ച് കയറി വരുന്ന ആ ഒരു ശബ്ദമാണ് നമ്മുടെ മനസ്സിൽ ഇപ്പോഴും. ഇന്നും ചേട്ടൻ വരും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ ഇരിക്കുന്നത്. കാരണം ഞങ്ങൾക്കൊന്നും പറ്റില്ല ചേട്ടനില്ലാണ്ട്. ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറിയിട്ടില്ല. അതായത് ആ ചേട്ടനുള്ള ആ സമയത്തെക്കുറിച്ച് ഇന്ന് വരെയും ഞങ്ങൾ വീട്ടിൽ TV വെച്ചിട്ടില്ല. കാരണം എപ്പോഴെങ്കിലും ഇപ്പോൾ ഇവിടെ വന്നിരുന്നപ്പോൾ ഞാൻ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ആദ്യമായി എപ്പോഴെങ്കിലും ചേട്ടൻ്റെ ശബ്ദമോ ഇതൊക്കെ TV വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ചേച്ചി അങ്ങോട്ട് ഓടുമ്പോൾ ഞാൻ ഇങ്ങോട്ട് ഓടും, പെങ്ങളെ. അപ്പോൾ അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ചേട്ടനെ അങ്ങനെ കാണുമ്പോൾ. ചിലവർക്ക് അത് കാണുമ്പോഴായിരിക്കും ആശ്വാസം, നമുക്കത് കാണാൻ പറ്റുന്നില്ല. ചിലപ്പോൾ ചിലവരെ വിളിക്കുമ്പോൾ മിന്നാമിനിങ് എന്നുള്ള റിംഗ് ടോൺ ആയിരിക്കും കേൾക്കും. ഇത് കേൾക്കുമ്പോഴേക്കും നമുക്ക് പറ്റണില്ല, അതെന്താ അറിയില്ല, ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. മണിച്ചേട്ടന്റെ ഒരു പാട്ടുകളെ കുറിച്ച് പറയുമ്പം പല പാട്ടുകളുടെയും ലിറിസിസ്റ്റ് ആരാന്ന് പോലും നമുക്കറിയില്ല. വാമൊഴിയായി വന്ന് കിട്ടിയ പാട്ടുകളുണ്ട്, അറുമുഖം വെങ്കടങ്ങനെ പോലെ ഉള്ള ആളുകൾ എഴുതി കൊടുത്ത പാട്ടുകളുണ്ട്, എഴുതിയ പാട്ടുകളുണ്ട്. സിനിമയിൽ അദ്ദേഹം പാടിയിട്ടുള്ള പല പാട്ടുകൾക്കും ലിറിക്സ് എഴുതിയിട്ടുള്ള എഴുത്തുകാരൻ സന്തോഷ് വർമ്മ മണിച്ചേട്ടനെ ഓർക്കുന്നു. ഞാൻ സിനിമയിൽ കടന്നു വന്ന കാലഘട്ടത്തിൽ ആദ്യഘട്ടങ്ങളിൽ ഒന്നിലാണ് ഞാൻ ശ്രീ കലാഭവൻ മണിച്ചേട്ടനെ പരിചയപ്പെടുന്നത്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിൽ എനിക്ക് പാട്ടെഴുതാൻ അവസരം കിട്ടി. അലക്സ് പോളിയേട്ടനായിരുന്നു അതിന് സംഗീതം ചെയ്തിരുന്നത്. അപ്പോൾ വളരെ സന്തോഷമായിരുന്നു. കാര്യം അദ്ദേഹത്തെ പോലെ ഇങ്ങനെ അറിയപ്പെടുന്ന ഒരു നടൻ, ഒരു ഗായകൻ, അങ്ങനെ എല്ലാ തരത്തിലും നല്ലൊരു പെർഫോമറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആയിട്ട് അസോസിയേറ്റ് ചെയ്യാൻ കിട്ടുന്നൊരു അവസരം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വളരെയധികം അന്നും ഇന്നും എല്ലാം ഓർമ്മയിൽ വളരെയധികം ഒരു ഉൾപ്പുളകം തന്നെ നൽകുന്ന ഒരു കാര്യമാണത്. അവിടെ ഒരു കടന്നു വന്ന തീം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു നന്മകളെ കാണിക്കുന്ന ഒരു പാട്ട്. അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലുള്ള കൂട്ടാളികളുമായിട്ടൊരു ഡാൻസ് ചെയ്യുന്നു. അപ്പോൾ ആ ഡാൻസിന് അപ്പോൾ അങ്ങനെയാണ് പൈനാപ്പിൾ സുന്ദരനല്ല, മൽഗോവ മാമ്പഴമല്ല, പാലമ്പിളി പോലെ ഒരാളല്ല എന്ന് പറയുന്ന വരി എഴുതുകയും അത് പുള്ളിക്ക് അത് വരികൾ കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടപ്പെടുകയും അങ്ങനെ പുള്ളി അത് പാടുന്നു. അങ്ങനെയാണ് ഞങ്ങൾ നമ്മളൊരു ആദ്യ ബന്ധമുണ്ടാവുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ഒരു നഷ്ടം എന്ന് പറയുന്നത് വളരെ വലിയൊരു നഷ്ടമാണ് മലയാള ചലച്ചിത്ര ലോകത്തിനുണ്ടായിട്ടുള്ളത്. ഒരു ഗായകൻ എന്ന നിലയിലും അല്ലെങ്കിൽ ഒരു നടൻ എന്ന നിലയിലും നമുക്ക് ഒരുപാട് ഇനിയും ഉയരങ്ങൾ കീഴടക്കേണ്ട ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. മണിച്ചേട്ടനെ കുറിച്ച് നമ്മൾ ഇത്രയും നേരം സംസാരിക്കുമ്പോഴുമെല്ലാം കലാകാരൻ എന്ന് പറയുന്നു. നമ്മൾ പലരെ പറ്റിയും കലാകാരൻ എന്ന് പറഞ്ഞ ശേഷം നമ്മൾ പിന്നീട് ചോദിക്കുക ഏത് കലയാണ് ചെയ്യുന്നത് എന്ന് നമുക്കൊരു അടുത്ത ചോദ്യം ഉണ്ടാകും, അവിടെ ഒരു ഉത്തരം ഉണ്ടാകും, അതിലായിരിക്കും അയാൾ പോപ്പുലർ ആകുന്നത്. എന്നാൽ മണിച്ചേട്ടനെ സംബന്ധിച്ചിടത്തോളം കലാകാരൻ എന്ന് പറഞ്ഞ് നമ്മൾ എണ്ണാൻ തുടങ്ങിയാൽ അത്യാവശ്യം പെട്ടെന്നൊരു ചെണ്ട കൊടുത്താൽ മേളം വേണോ,
മേളം, വാദ്യം, കാര്യങ്ങള്. ഡാൻസ് ചെയ്യണോ, ഡാൻസ് സാഹസികത എന്തെങ്കിലും ചെയ്യണം നോക്കിയല്ല, അതിന് മടിയില്ലാതെ കയറും, പാടും, അഭിനയിക്കും. അല്ല, ഞാൻ എൻ്റെ ഒരു കലാജീവിതത്തിൽ ഇത്രയും ക്രൗഡ് പുള്ളറായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിനെ ഞാൻ കണ്ടിട്ടില്ല സ്റ്റേജിൽ. അങ്ങനെ കലയുടെ എല്ലാ മേഖലകളിലുമുള്ള ഒരാള്. രാമകൃഷ്ണൻ, നിമ്മിച്ചേച്ചിയും മണിച്ചേട്ടന്റെ മോളും സുഖായിരിക്കുന്നു. നമ്മളിപ്പോൾ MBBS പഠിക്കുന്നു. MBBS ആയല്ലേ third year. ശ്രീലക്ഷ്മി. അപ്പൊ അവരോട് കാണുമ്പോൾ ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ളൊരു അന്വേഷണം തീർച്ചയായും അറിയിക്കുക. ഓർമ്മയിൽ നിന്നും കലാഭവൻ മണി എന്ന് പറയുന്ന എപ്പിസോഡ്, ഞാൻ എപ്പോഴും പറഞ്ഞതുപോലെ ഏത് ഹെഡിങ്ങിലാണ് ആ വലിയ കലാകാരനെ ഉൾപ്പെടുത്തേണ്ടതെന്ന് നമുക്കറിയില്ല. സിനിമയായാലും അരങ്ങായാലും അണിയറയിലായാലും സൗഹൃദങ്ങൾക്കിടയിലായാലും മനുഷ്യനെന്ന നിലയിൽ പരിചയപ്പെടുന്ന ഓരോരുത്തരോടും ഏറ്റവും ഗംഭീരമായി പെരുമാറുന്ന ഒരാൾ. ഈ എപ്പിസോഡുകളുടെ ഏറ്റവും ആമുഖത്തിൽ പറഞ്ഞ ഒരു വരി വീണ്ടും ആവർത്തിക്കണമെന്ന് തോന്നുകയാണ്. ഒരു സാധാരണക്കാരന് എത്ര ഉയരങ്ങളിലെത്താം എന്ന് നമുക്ക് കാണിച്ചു തന്ന ഒരാൾ, എത്ര ഉയരങ്ങളിലെത്തിയാലും ഒരാൾക്ക് എങ്ങനെ സാധാരണക്കാരനായി നിൽക്കാം എന്ന് കാണിച്ചു തന്ന ഒരാൾ, അതായിരുന്നു കലാഭവൻ മണി. നമുക്ക് ആൽബം സൈനിങ് സെഷനിലേക്ക് പോവാം. RLV രാമകൃഷ്ണന് അമൃത TVയുടെ വക ഒരു സ്നേഹോപകാരം. നമസ്കാരം. പലപ്പോഴും ചില വർത്തമാനങ്ങളിൽ ആലങ്കാരികമായി നമ്മൾ ഉപയോഗിക്കാറുണ്ട്, മഴ പെയ്തു തോർന്നാലും മരം പെയ്തു തോരാറില്ലെന്ന്. നമ്മുടെ ഇടയിൽ നിന്നും പൊടുന്നനെ ഒരു ദിവസം മാഞ്ഞു പോയിട്ടും ഇന്നും അവരുടെ ഓർമ്മകൾ നമ്മളിൽ ജീവസുറ്റതായി നിൽക്കുന്നു. എന്നും നമ്മൾ അവരെ ഓർക്കുന്നു. മണിച്ചേട്ടനെ കുറിച്ചുള്ള ഓർമ്മകൾ പറഞ്ഞാലും തീരാത്തതാണ്. ഓർമ്മയിൽ നിന്നും കലാഭവൻ മണി അധ്യായം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത അധ്യായത്തിൽ ഓർമ്മയിൽ എന്നും